ആ ഒരു പുഴേൻ്റെ ഒക്കെ ഒരു മണമുണ്ട് അല്ലേ, ചേറുമണം. അതെ, 2 ഏരിയാസും നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബേഡ്സ് അവിടെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഹൈഡ് ഔട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലോസ് റേഞ്ചിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ DSLR കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. നോട്ട് ചെയ്തോളൂ, സാറ്റർഡേ നമ്മൾ ഗൂഗിളിൽ ഫ്ലെമിംഗോ ഹൈഡ് ഔട്ട് നോക്കുമ്പോൾ സാറ്റർഡേ ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ സാറ്റർഡേ ക്ലോസ്ഡ് അല്ല, നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സ് വിസിറ്റ് ചെയ്യാം. പിന്നെ ക്യാമറയും കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിക്സ് എടുക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും. ഞാൻ അത്യാവശ്യം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ 400mm ആണ് വരുന്നത് ലെൻസ്. ഞാൻ കിട്ടുന്ന പോലെ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. എന്തായാലും നോക്കാം. ശനിയാഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം ഫാമിലിയും ഇന്ത്യൻസും എല്ലാവരും ഉണ്ട് കേട്ടോ, റഷ്യൻസും കുറേ അങ്ങനെ ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹേർഡുണ്ട്. പിന്നെ വിൻ്ററൊക്കെ കഴിയുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത്. വാഷ്റൂം ഫെസിലിറ്റീസ് വരെ അവൈലബിൾ ആട്ടോ ഇവിടെ. ലിമിറ്റഡ് സ്പേസ് ആണെങ്കിലും നമുക്ക് പാർക്കിങ്ങും ഫ്രീ ആണ് ഇവിടെ. ടിൽ നൗ പാർക്കിംഗ് ഫ്രീ ആണ്.